മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച കേരള വിഷൻ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ ആ കാറും 7 മരണവും, കൈരളി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ആ താലിമാല തേടി ആരും വന്നില്ല എന്നീ പുസ്തകങ്ങളിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ ഏറ്റുവാങ്ങി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്കണ്ടി അബ്ദുള്ളയുടെ കടവത്തൂരിലെ വീട്ടിൽ വെച്ചാണ് 2 പുസ്തകങ്ങളും മന്ത്രി ഗ്രന്ഥകാരനിൽ നിന്നും ഏറ്റുവാങ്ങിയത്. ആ കാറും 7 മരണവും എന്ന പുസ്തകത്തിൽ വ്യവസായ പ്രമുഖൻ കൂടിയായ പൊട്ടങ്കണ്ടി അബ്ദുള്ളയും കഥാപാത്രമാണ്. പൊട്ടങ്കണ്ടിയും കട്ടൻ ചായയും എന്ന അധ്യായത്തിലാണ് PK എന്നറിയപ്പെടുന്ന പൊട്ടങ്കണ്ടി അബ്ദുള്ള കടന്നുവരുന്നത്. ദുബായ് ദേരയിലെ പൊട്ടങ്കണ്ടിയുടെ ആസ്ഥാനമായ റോയൽ പാരീസും പ്രവാസ ലോകത്തെ അനുഭവങ്ങളും, പൊട്ടങ്കണ്ടിയുടെ സഹോദരി പുത്രനും UAE-യിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ അൽമദീന ഗ്രൂപ്പിന്റെ അമരക്കാരനുമായ പൊയിൽ അബ്ദുള്ളയും ഈ അധ്യായത്തിൽ കഥാപാത്രമാണ്. തിരുവനന്തപുരം നിയമസഭാ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലാണ് അന്നത്തെ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ആ കാറും 7 മരണവും പ്രകാശനം ചെയ്തത്. DGP S ശ്രീജിത്താണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. പുസ്തകത്തിന്റെ 1ാം പതിപ്പിന്റെ വിൽപ്പന പൂർത്തിയായി കഴിഞ്ഞു. 2ാം പതിപ്പ് ഉടൻ പുറത്തിറങ്ങും. കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയമാണ് 2 പുസ്തകങ്ങളിലും പ്രധാനമായി കടന്നുവരുന്നത്. മാതാപിതാക്കൾക്ക് മുൻപിൽ കൊല്ലപ്പെട്ട SFI നേതാവ് KV സുധീഷ്, വിദ്യാർത്ഥികൾക്ക് മുന്നിൽ കൊല്ലപ്പെട്ട യുവമോർച്ച നേതാവ് KT ജയകൃഷ്ണൻ, വീടിനുള്ളിൽ വധശ്രമത്തിനിരയായ P ജയരാജൻ, മുൻ DGP-മാരായ ജഗ്പാങ്കി, വിൻസെന്റ് M പോൾ, ഇപ്പോഴത്തെ DGP-മാരായ റവഡ ചന്ദ്രശേഖർ IPS, മനോജ് എബ്രഹാം IPS, CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ, പോണ്ടിച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി E വത്സരാജ് എന്നിവരുടെ ആത്മകഥയുടെ വിവിധ പശ്ചാത്തലങ്ങളും മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ, മുൻ കേന്ദ്രമന്ത്രി MP വീരേന്ദ്രകുമാർ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളും, സിനിമാതാരം ജോയ് മാത്യു, K വേണു, K അജിത, ബാസുരേന്ദ്ര ബാബു തുടങ്ങിയ പഴയകാല നക്സൽ നേതാക്കളും, മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ഉൾപ്പെടെയുള്ള ന്യായാധിപന്മാരും, മുൻ മന്ത്രി കാന്തലോട്ട, കുഞ്ഞമ്പുമൊക്കെ കടന്നുവരുന്ന പുസ്തകങ്ങൾ ഇതിനകം ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കണ്ണൂർ നഗരത്തിലെ പഴയകാലത്തെ രാഷ്ട്രീയ നേതാക്കളുടെ ആസ്ഥാനമായിരുന്ന റെയിൻബോ ടൂറിസ്റ്റ് ഹോമും, ജോൺ ബ്രിട്ടാസ് MP, മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ, EM അഷ്റഫ് ഉൾപ്പെടെ പഴയകാല മാധ്യമപ്രവർത്തകരും പുസ്തകത്തിൽ കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ 5ാം പതിപ്പാണ് ഇന്ന് വിപണിയിലുള്ളത്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ EP ജയരാജനാണ് താലിമാലയുടെ 3ാം പതിപ്പ് പ്രകാശനം ചെയ്തത്. അൽമദീന ഗ്രൂപ്പ് ചെയർമാൻ പൊയിൽ അബ്ദുള്ളയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്.